ഇറാൻ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഇസ്രായേൽ മിസൈൽ എഞ്ചിനീയർ മരിച്ചു. കഴിഞ്ഞ ഏപ്രിലിൽ ഇസ്രായേൽ നഗരമായ ഹൈഫക്ക് നേരെ ഇറാൻ നടത്തിയ വൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലായിരുന്ന മൈക്കിൾ കാറ്റ്സ് ആണ് മരണത്തിന് കീഴടങ്ങിയത്. അതീവ രഹസ്യ സ്വഭാവമുള്ള ഇസ്രായേലിലെ ഔദ്യോഗിക പ്രതിരോധ ആയുധ നിർമ്മാണ കമ്പനി റാഫേൽ അഡ്വാൻസ് ഡിഫൻസ് സിസ്റ്റംസിലെ മുൻ മുതിർന്ന എഞ്ചിനീയർ ആയിരുന്നു അദ്ദേഹം. ആക്രമണം നടന്ന് 3 മാസത്തിലേറെ ഹൈഫയിലെ ആശുപത്രിയിൽ തുടർന്നിരുന്ന തീവ്ര പരിചരണത്തിനൊടുവിലാണ് അദ്ദേഹം അന്തരിച്ചതെന്ന് ഹൈഫ മുനിസിപ്പാലിറ്റി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതായി ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ ഏപ്രിൽ 5-ന് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ് ഇസ്രായേലിന് നേരെ നടത്തിയ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4 എന്ന വൻതോതിലുള്ള മിസൈൽ ഡ്രോൺ വർഷത്തിനിടയിലാണ് ഹൈഫ നഗരത്തിൽ മിസൈൽ പതിച്ചത്. ആക്രമണത്തെക്കുറിച്ച് ഇസ്രായേൽ സൈന്യം നടത്തിയ ഔദ്യോഗിക അന്വേഷണത്തിൽ അതീവ ഗൗരവതരമായ കണ്ടെത്തലുകളാണ് നടത്തിയത്. സാധാരണയായി ഇസ്രായേലിലെ എയർ ഡിഫൻസ് സംവിധാനമായ അയൺ ഡോമും ആരോയും മിസൈലുകളെ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ വെടിവെച്ചിടാറാണ് പതിവ്. എന്നാൽ ഇറാൻ വിക്ഷേപിച്ച ബാലിസ്റ്റിക് മിസൈൽ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ തനിയെ തകരുകയായിരുന്നു. ഇതിന്റെ ഫലമായി മിസൈലിലെ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട റൂട്ട് പെട്ടെന്ന് മാറുകയും ചെയ്തു. ഈ അപ്രതീക്ഷിത മാറ്റം കാരണം ഇസ്രായേലിന്റെ റഡാറുകൾക്കും ഇന്റർസെപ്റ്റർ മിസൈലുകൾക്കും ഇതിനെ കൃത്യമായി പ്രതിരോധിക്കാൻ സാധിച്ചില്ലെന്നാണ് സൈന്യം അവകാശപ്പെടുന്നത്. മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ച് കടന്നുപോയ മിസൈൽ ഹൈഫ നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള ഒരു സിവിലിയൻ അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിന് മുകളിലേക്ക് നേരിട്ട് പതിക്കുകയായിരുന്നു. ആക്രമണത്തിന്റെ അതിശക്തമായ സ്ഫോടനത്തിൽ മൈക്കിൾ കാറ്റ്സിന്റെ അയൽക്കാരായ ഒരേ കുടുംബത്തിലെ 4 പേർ സംഭവ സ്ഥലത്ത് തന്നെ ദാരുണമായി കൊല്ലപ്പെട്ടിരുന്നു. മിസൈൽ നേരിട്ട് പതിച്ച് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽപ്പെട്ടാണ് മൈക്കിൾ കാറ്റ്സിന്റെ തലക്കും ശരീരത്തിനും മാരകമായി പരിക്കേറ്റത്. 55 വർഷം നീണ്ട സന്തോഷകരമായ ദാമ്പത്യ ജീവിതത്തിന് ശേഷമാണ് മൈക്കിൾ കാറ്റ്സ് തന്നെ തനിച്ചാക്കി വിട്ടുപിരിഞ്ഞതെന്ന് ഭാര്യ നീന കാറ്റ്സ് കടുത്ത ദുഃഖത്തോടെ മാധ്യമങ്ങളിൽ പങ്കുവച്ചു. ആ ഭീകരമായ ഞായറാഴ്ച ഇറാന്റെ മിസൈൽ ആക്രമണം എന്റെ ജീവിതം തകർത്തു കളഞ്ഞു. അന്ന് തളർന്നു വീണ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് എനിക്ക് പുതിയ ജീവിതം തിരികെ ലഭിച്ചതിൽ ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. പക്ഷേ എന്റെ പ്രിയപ്പെട്ട മൈക്കിൾ ഇല്ലാത്ത ഈ പുതിയ ജീവിതം പകുതി മനുഷ്യനെ പോലെ ജീവിക്കേണ്ടത് തുല്യമാണ്. ഇനി മുന്നോട്ടുള്ള യാത്ര എളുപ്പമാകില്ല. ഞങ്ങളുടെ മക്കൾക്കും പേരക്കുട്ടികൾക്കും മൈക്കിൾ നൽകിയിരുന്ന പൂർണ്ണത ഇനി ഞങ്ങൾക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടിരിക്കുന്നു. അവൻ ജീവിതത്തെ ഒരുപാട് സ്നേഹിച്ച, ചുറ്റുമുള്ളവർക്കെല്ലാം പോസിറ്റീവ് എനർജി നൽകിയിരുന്ന സൗമ്യമായ മനുഷ്യനായിരുന്നു. പരിചയപ്പെട്ടവർ ആരും അവനെ മറക്കില്ലെന്ന് നീന കാറ്റ്സ് പറഞ്ഞു. മൈക്കിൾ കാറ്റ്സ് തന്റെ ജീവിതം മുഴുവൻ ഇസ്രായേലിലെ സുരക്ഷയ്ക്കായി റഫേൽ കമ്പനിയുടെ സമർപ്പിച്ച പ്രതിഭയായിരുന്നുവെന്ന് ഹൈഫ മേയർ യോന യഹാവ് അനുസ്മരിച്ചു. സിവിലിയൻ ജനവാസ മേഖലകളെ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ ക്രൂരമായ ആക്രമണത്തിന്റെ ഇരയാണ് അദ്ദേഹം. 3 മാസമായി മരണത്തോട് പൊരുതിയ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ സാധിക്കാത്തതിൽ നഗരത്തിന് വലിയ വേദനയുണ്ടെന്നും മേയർ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ഏപ്രിൽ പകുതിയോടെ ഇറാൻ സൈന്യം ഇസ്രായേലിന് നേരെ 300-ലധികം ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളുമാണ് തൊടുത്തുവിട്ടത്. ഈ സൈനിക നീക്കത്തിനിടയിലാണ് ഹൈഫ നഗരത്തിൽ മിസൈൽ പതിച്ചത്. ഇസ്രായേലിലെ വ്യോമ പ്രതിരോധ സംവിധാനമായ അയൺ ഡോമിന്റെ പ്രധാന ഘടകങ്ങളിൽ നിർമ്മിക്കുന്ന റാഫേൽ കമ്പനിയുടെ ഗവേഷണ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന മേഖല കൂടിയാണ് ഹൈഫ. മിസൈൽ ആക്രമണത്തിന്റെ അഗാധത്തിൽ തകർന്ന സിവിലിയൻ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽപ്പെട്ടാണ് മൈക്കിൾ കാറ്റ്സിന് തലക്കും ശരീരത്തിനും ഗുരുതരമായി പരിക്കേറ്റത്. ഉടൻ തന്നെ അദ്ദേഹത്തെ ഹൈഫയിലെ റംബാം മെഡിക്കൽ സെന്ററിൽ പ്രവേശിപ്പിച്ചെങ്കിലും ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കാൻ സാധിച്ചില്ല. മരണമടഞ്ഞ മൈക്കിൾ കാറ്റ്സ് ഇസ്രായേലിലെ ആദ്യകാല മിസൈൽ പ്രതിരോധ പ്രൊജക്ടുകളിൽ നിർണായക പങ്കുവഹിച്ച പ്രമുഖ എഞ്ചിനീയർ ആയിരുന്നു. ഈ മരണവാർത്ത പുറത്തു വരുന്നതിന് തൊട്ടു പിന്നാലെ പശ്ചിമേഷ്യൻ യുദ്ധം ഗൾഫ് മേഖലകളിലേക്ക് ആകെ പടരുന്നതാണ് പ്രസ് ടിവി റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ജൂൺ 15-ന് അമേരിക്കയും ഇറാനും തമ്മിൽ മേഖലയിലെ സൈനിക സംഘർഷങ്ങൾ അവസാനിപ്പിക്കാനും സമാധാനം പുനഃസ്ഥാപിക്കാനുമായി അതീവ രഹസ്യമായി ഇസ്ലാമാബാദ് സമാധാന കരാർ ഒപ്പുവെച്ചിരുന്നു. ഈ കരാർ പ്രകാരം പരസ്പരമുള്ള ആക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ ഇരു വിഭാഗവും ധാരണയായിരുന്നു. എന്നാൽ കരാർ നിലനിൽക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കൻ സൈന്യം ഇറാന്റെ ചില തന്ത്രപ്രധാനമായ ആഭ്യന്തര കേന്ദ്രങ്ങൾക്ക് നേരെ വീണ്ടും വ്യോമാക്രമണം നടത്തി. ഇസ്ലാമാബാദ് കരാറിന്റെ നഗ്നമായ ലംഘനമാണ് അമേരിക്ക നടത്തിയെന്ന് ഇറാൻ ആരോപിച്ചു. ഇതിന് കനത്ത തിരിച്ചടിയായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സും ദേശീയ സൈന്യവും സംയുക്തമായി കുവൈറ്റ്, ബഹ്റൈൻ, ജോർദാൻ എന്നിവിടങ്ങളിലെ US സൈനിക താവളങ്ങൾക്ക് നേരെ അതിശക്തമായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. അമേരിക്ക തങ്ങളുടെ സൈനിക അധിനിവേശവും വിദ്വേഷ പ്രസ്താവനകളും അവസാനിപ്പിക്കുന്നതുവരെ വൈറ്റ് ഹൌസുമായുള്ള എല്ലാവിധ നയതന്ത്ര ബന്ധങ്ങളും ആശയവിനിമയങ്ങളും ഞങ്ങൾ പൂർണ്ണമായി റദ്ദാക്കിയതായും ഇറാൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു.